നമ്മൾ ഒരുപാട് കാര്യത്തിന് നന്ദി പറയാറുണ്ട് ഒരു ദിവസത്തിൽ. ജോലി കിട്ടിയതിന്, ഫാമിലി, നല്ല നിമിഷങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോഴെല്ലാം നമ്മൾ നന്ദി പറയാറുണ്ട്. പക്ഷേ നമ്മളെ ഇന്ന് ഈ നിമിഷം നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ശ്വാസവായുവിന് നമ്മൾ നന്ദി പറയാറുണ്ടോ? ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ ചാനലിന് നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും എല്ലാം ഒരുപാട് നന്ദി പറയുന്നു. ഒരിക്കൽ സയന്റിസ്റ്റ് ന്യൂട്ടൺ പറഞ്ഞത് ഇപ്രകാരമാണ്: നമ്മുടെ ഭൂമി സൂര്യനിൽ നിന്നും കറക്റ്റായ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ പാകമായ ചൂടും വെളിച്ചവും കിട്ടുന്ന വിധത്തിൽ. ഇങ്ങനെ സംഭവിച്ചതൊന്നും ആക്സിഡന്റലി അല്ല, ഇതെല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. ഭൂമിയിൽ ജീവൻ നിലനിൽക്കണം എന്ന പ്രപഞ്ച താല്പര്യത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ജീവൻ നിലനിർത്താൻ പ്രകൃതി തരുന്ന എല്ലാത്തിനും നമ്മൾ നന്ദി പറയണം. വെള്ളം, വെളിച്ചം, വായു, അങ്ങനെ എല്ലാം. ഏറ്റവും പ്രധാനമാണ് നമ്മൾ ശ്വസിക്കുന്ന വായു. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് വായു ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? ഇല്ല. നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസവും നമ്മുടെ ശരീരത്തിലുള്ള ഓരോ സെല്ലിനും ജീവൻ കൊടുക്കുകയാണ്. എത്ര വലിയ അത്ഭുതമാണത്! അങ്ങനെയുള്ള ആ ശ്വാസവായുവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് ഓക്സിജൻ. പക്ഷെ നമ്മൾ പലപ്പോഴും ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആയി മാറാറുണ്ട്. വലിയ കാര്യമായി നമ്മൾ എടുക്കാറില്ല. മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റാണ് ശ്വാസവായു. ഏതൊരു വ്യക്തി പ്രകൃതിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഡീപ്പസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ്, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും നന്ദി പറയുന്നുവോ, അവർക്ക് ഈ പ്രപഞ്ചം അബണ്ടൻസ്, എല്ലാവിധ സമ്പത്തും സൗഭാഗ്യവും നൽകുമെന്നാണ് ഓഥർ റോണ്ട ബേൺ മാജിക് എന്ന പുസ്തകത്തിൽ പറയുന്നത്. മാജിക് എന്ന പുസ്തകത്തിൽ 23-ാമത്തെ ലെസൺ, ദ മാജിക്കൽ എയർ ദാറ്റ് യു ബ്രീത്ത് എന്ന ലെസണിൽ പറയുന്നു, നമ്മൾ ശ്വസിക്കുന്ന വായുവിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് എന്ന്. ഈ ഒരു ലെസന്റെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൽ റോണ്ട ബേൺ പറയുന്നു, 5 പ്രാവശ്യം ദീർഘശ്വാസം എടുക്കുക. ഓരോ പ്രാവശ്യം ശ്വാസം എടുക്കുമ്പോഴും താങ്ക് യു ഫോർ ദ മാജിക്കൽ എയർ ഐ ബ്രീത്ത്, ഈ അത്ഭുത ശ്വാസവായു എനിക്ക് ലഭിച്ചതിന് ഞാൻ പ്രകൃതിയോട് നന്ദി പറയുന്നു എന്ന് പറയാം. പതുക്കെ ശ്വാസം റിലീസ് ചെയ്യാം. മനസ്സറിഞ്ഞ് ഹൃദയത്തിൽ നിന്നും ഈ നന്ദി നമുക്ക് പറയാം. ഒരു ദിവസത്തിൽ 4-5 തവണ നിങ്ങൾക്കിത് ചെയ്യാമെന്നാണ് റൈറ്റർ പറയുന്നത്. അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കൂ. അതുപോലെ തന്നെ നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് ഓക്സിജനോടൊപ്പം, ശ്വാസത്തിനോടൊപ്പം ഗ്രാറ്റിറ്റ്യൂഡിനെയും നമ്മൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് നിറയ്ക്കുന്നതായി നമുക്ക് സങ്കല്പിക്കാം. എപ്പോഴാണ് നമുക്ക് പ്രകൃതി നൽകുന്ന ശ്വാസവായുവിനും പരിപൂർണമായി നന്ദി പറയാൻ നമ്മൾ തുടങ്ങുന്നുവോ, അപ്പോഴാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഏറ്റവും പവർഫുള്ളായ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുക എന്ന് റൈറ്റർ പറയുന്നു. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് മാജിക് എന്ന പുസ്തകത്തിലെ ഡേ നമ്പർ 23യുടെ പ്രാക്ടീസ് എന്താണെന്ന് നോക്കാം. രാവിലെ എഴുന്നേറ്റതും നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള 10 സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറയാം. അടുത്ത പ്രാക്ടീസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 5 തവണ ദീർഘശ്വാസം എടുത്ത് താങ്ക് യു പറഞ്ഞുകൊണ്ട് പതുക്കെ ശ്വാസം റിലീസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പറയാം, താങ്ക് യു ഫോർ ദ മാജിക്കൽ എയർ ഐ ബ്രീത്ത്, ഈ അത്ഭുത ശ്വാസവായു എനിക്ക് ലഭിച്ചതിന് പ്രകൃതിയോട് ഞാൻ നന്ദി പറയുന്നു എന്ന് പറയാം. മനസ്സറിഞ്ഞ് ഹൃദയത്തിൽ നിന്നും നമുക്ക് നന്ദി പറയാം. ഓരോ പ്രാവശ്യം ശ്വാസം എടുക്കുമ്പോഴും ആ ശ്വാസവായുവിനോടൊപ്പം ഗ്രാറ്റിറ്റ്യൂഡും നമ്മുടെ ശരീരത്തിനകത്തേക്ക് പോകുന്നതായി നമുക്ക് സങ്കല്പിക്കാം. ഈ ഒരു പ്രാക്ടീസ് ഒരു ദിവസത്തിൽ 4-5 തവണ നമുക്ക് ചെയ്യാം. ഇനി അന്നത്തെ ദിവസം രാത്രി മാജിക് റോക്ക് പ്രാക്ടീസ്. ആ ഒരു ദിവസം നടന്ന ഏറ്റവും നല്ലൊരു കാര്യം മനസ്സിൽ കൊണ്ടുവന്ന് 3 പ്രാവശ്യം മാജിക് റോക്ക് കയ്യിൽ വെച്ചുകൊണ്ട് 3 പ്രാവശ്യം നമുക്ക് താങ്ക് യു എന്ന് നന്ദി പറയാം. സോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയാൽ, ഇഷ്ടമായാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്.